ഡോക്ടർ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ കരുതിയത് ഈ അടുത്തിടയ്ക്ക് ഒരു BJP നേതാവ് KS രാധാകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ താഴമൺ തന്ത്രി കുടുംബത്തിനെ പറ്റിയുള്ളത്. പുള്ളി പറഞ്ഞാൽ വാസ്തവമാണ്. ഒരാളെ വേശ്യാപുരയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നു, മറ്റേ ആൾ സ്വർണ്ണ കേസിലകത്താകുന്നു, എന്നിട്ടും ആ താന്ത്രിക ഇതിനകത്ത് ഒരു സ്ഥാനം വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പോൾ മകന് വേണ്ടിയാണ് പിടിവലി, മകനെ ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ താഴിമൺ ഈ തന്ത്രി കുടുംബത്തെ പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് പറയാം. ഈ കേരളത്തിലെ മതവിശ്വാസത്തോട് ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്ന ഒരു രീതികൾ, ആ രീതികളോടനുബന്ധിച്ചുണ്ടാകുന്ന ആത്മീയതയോട് ബന്ധപ്പെട്ടു പോകുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ചെന്നെത്തുന്ന മതവിശ്വാസം, ആ മതവിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അളക്കാൻ ഉപയോഗിക്കുന്ന ആ രീതികളെന്നൊക്കെ പറയുന്നത് ഒരു മധ്യകാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഫ്യൂഡൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മധ്യകാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഫ്യൂഡൽ സൊസൈറ്റിയിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തോടനുബന്ധിച്ച് തന്നെയാണ് ഹിന്ദുമതത്തിൻ്റെ നിലനിൽപ്പും. കാരണം ഫ്യൂഡൽ സൊസൈറ്റി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് അറിയാം, വളരെ ഒരു പൊതു സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാഴ്ചപ്പാടുകൾ തന്നെ. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഹിന്ദു സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെയാണെന്നുള്ളത്, അതായത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതെല്ലാം നശിച്ചു എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ ഫ്യൂഡൽ സൊസൈറ്റിയുടേതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു വലിയൊരു സമൂഹമാണ് ഹിന്ദു സമൂഹം. അതുകൊണ്ടാണ് ഇത്തരം വിഭാഗങ്ങൾ, അതായത് ഏതെങ്കിലും കുടുംബവാഴ്ച ആഗ്രഹിക്കുന്ന വിഭാഗങ്ങൾ ഇപ്പോഴും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ ബന്ധപ്പെടുത്തി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുമ്പോൾ ജാതീയമായ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു പ്രത്യേക വിഭാഗമാണെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങൾക്കുള്ള ഒരു അവരുടേതായിട്ടുള്ള സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു രീതി തന്നെയാണ് ഇതെല്ലാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ താഴ്മൺ കുടുംബം പറഞ്ഞു വെക്കുന്നത് എന്താണ്, അവർ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണെന്നാണ് പറയുന്നത്. എല്ലാ സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും പോലെയുള്ള ഒരു വിഭാഗമായിട്ടല്ല അവർ കണക്കാക്കുന്നത്. അവരെന്ന് പറയുന്ന ഒരു വ്യതിരിക്തതയോടുകൂടി നിലനിൽക്കുന്ന വിഭാഗമാണെന്നും, അതായത് സമൂഹത്തിൻ്റെ മേൽത്തട്ടിൽ നിൽക്കുന്നതും അതിൽ ദൈവികമായ കുറേ കാര്യങ്ങളോട് ബന്ധപ്പെട്ടുള്ള ഒരു കുടുംബമാണെന്നുള്ള ഒരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ബൈബിളിലൊക്കെ പറയുന്ന ചില കഥകളുണ്ട്. ഈ ചെങ്കടലെ പിളർത്തിക്കൊണ്ട് മോസസ് പോകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിന് സമാനമായ അല്ലെങ്കിൽ അതിനോടെല്ലാം അനുബന്ധിച്ചുണ്ടാകുന്ന ഈ കഥകളെല്ലാം മെനഞ്ഞെടുത്തുകൊണ്ടാണ് ഈ താഴ്മൺ കുടുംബം നിലനിൽക്കുന്നത്. അവർ പറയുന്നത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണാനദി നെടുകെ പിളർന്നു, അപ്പോൾ അങ്ങനെ രൂപപ്പെട്ട കരയിലൂടെ നടന്ന് അവർ ഈ കേരളത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഞാനൊരു പറയുന്നൊരു കാര്യമുണ്ട്, അതായത് കൃഷ്ണാനദിയോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ഈ ആന്ധ്രയിലുള്ള നെല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും പരശുരാമനാൽ ഈ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന ബ്രാഹ്മണ വിഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി കേരളത്തിൽ ഈ പറയുന്ന ഈ ആരാധന അനുഷ്ഠാനങ്ങൾ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ പൂർത്തീകരിക്കുന്നതിനും അതിനെ നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പരശുരാമനാൽ കൊണ്ടുപോകുന്ന വിഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന് ഒരു പേരുണ്ട്, വൈപ്രാവനം എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അതായത് നമ്മുടെ ഈ ഹരിയാനയോട് ബന്ധപ്പെട്ട് വരുന്ന സ്ഥലമാണ് ഈ കുരുക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെയുള്ള ഉത്തരപാഞ്ചാലത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ആ പ്രദേശത്ത് നിന്നാണ് പിന്നീട് ഈ ബ്രാഹ്മണരെ കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വിപ്രല രക്ഷിക്കപ്പെട്ട സ്ഥലം എന്ന രീതിയിലാണ് വൈപ്രാവനം എന്ന് കേരളത്തെ പറയുന്നത്. അപ്പോൾ അവിടെയും ബ്രാഹ്മണ മേധാവിത്വത്തോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളിൽ പരശുരാമനെയാണ് കൂട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ അതെല്ലാം കേട്ട് സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിനിടയിലേക്കാണ് വേറൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇവരുടേതായിട്ടുള്ള ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവർ പറയുന്നത് പരശുരാമനാൽ കൊണ്ടുവരുത്തപ്പെട്ട ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ താന്ത്രികാചാരപ്രകാരം അതിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി പരശുരാമൻ നിയുക്തരായ ഒരു വിഭാഗമാണെന്ന് പറയുമ്പോൾ നമ്മളിൽ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഉണ്ടാകുന്നത് ഈ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഞങ്ങളൊരു വ്യതിരിക്ത വിഭാഗമാണെന്നും ഞങ്ങൾ പരശുരാമനോടനുബന്ധിച്ചുണ്ടാകുന്ന സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ, അതായത് മാനവകുലത്തിൽ തന്നെ ഞങ്ങൾ ഒരു ദൈവ തുല്യരായിട്ടുള്ള ആൾക്കാരാണെന്ന് ഇവർ പറഞ്ഞു വെക്കുന്നത്. കാരണം മനുഷ്യർക്ക് തുല്യരല്ല എന്നുള്ളൊരു അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഈ മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഇഴകീറി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ അതിൻ്റെ തന്ത്രങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അതിനോട് അളവുകോലുണ്ടല്ലോ. ആ അളവുകോൽ എന്നൊക്കെ പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആധുനിക സമൂഹം നിലനിർത്തി പോകുന്ന മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിശ്വാസി സമൂഹത്തെ അടക്കി ഭരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തെ ഈ കവർന്ന് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളിൽ നിന്നും അവർക്ക് ഒരു ഉപജീവനം നേടിയെടുക്കാൻ വേണ്ടി ഉണ്ടാകുന്ന മാർഗ്ഗങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ അളവുകളെല്ലാം മാറ്റിക്കൊണ്ട് ആധുനിക സമൂഹം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിൽ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇവർ പറയുന്നത് എന്താണ്, ഇവർ പറയുന്നത് പരശുരാമനെ സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹമാണെന്ന് പറയുമ്പോൾ, പരശുരാമൻ എന്ന് പറയുന്നത് ത്രേതായുഗ ജാതനാണ്. നമുക്കറിയാം ത്രേതായുഗ ജാതൻ എന്ന് പറയുമ്പോൾ തന്നെ ചതുർയുഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ യുഗത്തിൽ വരുന്നതാണ് ത്രേതായുഗ ജാതൻ എന്ന് പറയുന്ന പരശുരാമൻ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമാന്യ യുക്തി അനുസരിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇവിടുത്തെ പരമ്പരാഗത ചരിത്രകാരന്മാരുണ്ട്.
ആ പരമ്പരാഗത ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുന്നത് മഹാഭാരത യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. അവർ പറയുന്നത് മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ഈ BC 3002 നടന്നതെന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ, അതായത് 3002 തന്നെയാണ് കലഹങ്ങളുടെ യുഗമായ കലിയുഗം ആരംഭിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ കലിയുഗം ആരംഭിച്ചെന്ന് പറയുന്നത് 3002 ഇന്ത്യയിലെ ഈ പരമ്പരാഗത ഈ ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം ഈ തിരുവിതാംകൂറിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള P. ശങ്കുണ്ണിമേനോനുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ഉദയ മാർത്താണ്ഡവർമ്മ AD 825 കൊല്ലത്ത് ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ സദസ്സ് സംഘടിപ്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പുതിയൊരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു കലണ്ടർ സമ്പ്രദായം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് കൊല്ലം വർഷം രൂപപ്പെടുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ആ AD 25 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം ഈ കലിയുഗത്തിലെ 3962 പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ 825 എന്ന് പറയുന്നത് ഈ വർഷത്തിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ചെന്നെത്തുന്നത് 3102 3101 നമുക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭട്ടൻ എന്ന് പറയുന്നത്. ആര്യഭട്ടൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം 499 AD പുറത്തിറക്കുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് 3600ഓളം കലിയുഗ വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആര്യഭട്ടൻ്റെയും ഈ പറയുന്ന ജ്യോതിശാസ്ത്ര സിദ്ധാന്ത പ്രകാരമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ കലിയുഗം എന്ന് പറയുന്നത് ഏകദേശം 3101 നമുക്ക് ചിന്തിക്കാം. അപ്പോൾ 3101 എന്ന് പറയുന്നത് BC ആണ്. ആ BCക്ക് മുമ്പുള്ള യുഗങ്ങളെയാണ് നമ്മൾ ഈ ചതുർയുഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു യുഗങ്ങളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ കലിയുഗം തന്നെ ഏകദേശം 5000 വർഷം കഴിഞ്ഞെന്ന് സുഷമാ സ്വരാജ് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കലിയുഗത്തിന് മുമ്പുള്ള കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം എന്ന് പറയുന്നത് ദ്വാപരയുഗമാണ്. ആ ദ്വാപരയുഗത്തിൻ്റെ ഒരു ദൈർഘ്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം മനുഷ്യൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസങ്ങളാണ് മനുഷ്യൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ഒരു വർഷം, അതായത് മനുഷ്യവർഷങ്ങൾ 360 മനുഷ്യവർഷങ്ങൾ കൂടിയതാണ് ഒരു ദിവ്യവർഷം. അങ്ങനെയുള്ള 2400 ദിവ്യവർഷങ്ങൾ കൂടുന്നതാണ് ഈ പറയുന്ന ദ്വാപരയുഗം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 360 ഗുണനം 2400 എന്ന് പറയുമ്പോൾ 8,64,000 വർഷങ്ങളാണ്. അതായത് ദ്വാപരയുഗം എന്ന് പറയുന്നത് 8,64,000 വർഷങ്ങളും ഇപ്പോൾ കഴിഞ്ഞുപോയ കലിയുഗം എന്ന് പറയുന്ന 5000 വർഷങ്ങൾ. അതിനെല്ലാം മുമ്പ്, അതായത് അതിനു മുമ്പുള്ള യുഗമാണ് ഈ പറയുന്ന ത്രേതായുഗം. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ് പരശുരാമൻ എന്ന് പറയുമ്പോൾ 8 ലക്ഷങ്ങൾക്ക് അപ്പുറം ജീവിച്ചിരുന്ന പരശുരാമനാൽ ഞങ്ങൾ ഇവിടെ വന്നുവെന്നും താന്ത്രികാചാരപ്രകാരം ഞങ്ങൾ ഇവിടെ ജീവിക്കുകയെന്ന് പറയുമ്പോൾ ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യൻ്റെ ജീവചരിത്രം പോലും രേഖപ്പെടുത്താൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ 8 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ താന്ത്രികാചാരപ്രകാരം ജീവിച്ചു വരുന്നതെന്ന് പറയുന്ന ഒരു അബദ്ധങ്ങളുണ്ടല്ലോ. ഈ അബദ്ധങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അബദ്ധങ്ങൾ ഇപ്പോഴും പറയുമ്പോഴും ഈ അബദ്ധങ്ങളെ വിശ്വസിച്ച് അവരുടെ കീഴിൽ അണിനിരക്കാനുള്ള ഒരു സമൂഹമായിട്ട്, ഒരു വിഡ്ഢി വിഭാഗമായിട്ട് അല്ലെങ്കിൽ വിഡ്ഢി കോമരങ്ങളായിട്ട് ഹിന്ദു സമൂഹം മാറുന്നുണ്ട്. ആ ബോധ്യം ഈ താഴ്മ കുടുംബത്തിനുള്ളത് കൊണ്ടാണ് കാലാകാലങ്ങളോട് അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന ദൈവത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം തങ്ങൾക്കാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മേലിൽ തന്നെയാണ് അവർ നിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കുടുംബപരമായിട്ടുണ്ടാകുന്ന വാഴ്ച മാത്രമല്ല, സമൂഹത്തിൻ്റെ ഇടയിൽ ഏറ്റവും മേൽത്തട്ടിലുള്ളവരാണെന്നും, അതായത് തങ്ങൾക്കെതിരെ വിശ്വാസ സമൂഹം യാതൊരു നിലയ്ക്കും ശബ്ദിക്കാൻ പാടില്ലെന്നുള്ളൊരു പ്രഖ്യാപനവും ഇത്തരം വിഭാഗങ്ങളുടെ ഇടയിലുണ്ട്. നമുക്കറിയാം ശബരിമലയോടെല്ലാം ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത്തരം കുടുംബവാഴ്ചയുടെ മറ്റു ഉദാഹരണമാണ് ഈ പറയുന്ന ശബരിമലയോട് അയ്യപ്പനോട് ബന്ധപ്പെട്ട് വരുന്ന പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്ന രീതികളുണ്ട്. പന്തളം കൊട്ടാരത്തിൻ്റെ അവിടുത്തെ രാജപ്രതിനിധി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ രാജകുമാരനായിരുന്നു അല്ലെങ്കിൽ പുത്രനായിരുന്നു അയ്യപ്പൻ. അതുകൊണ്ട് പന്തളം കൊട്ടാരത്തിലെ ഒരാളും തന്നെ ഈ പറയുന്ന അയ്യപ്പനെ ദർശിക്കാൻ പോകേണ്ട കാര്യമില്ല, കാരണം പുത്രനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പിതാവായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ അങ്ങനെ ചമയുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഇത്തരം വിശ്വാസി സമൂഹങ്ങളുടെ ഈ ഇത്തരം അന്ധമായ വിശ്വാസങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ആ ശബരിമലയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു കുടുംബമായിട്ട് ഇവർ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവങ്ങൾക്ക് മേലെ തന്നെയാണ്. അതായത് വിശ്വാസികളുടെ ഏതൊരു ആഗ്രഹത്തെയും സഫലീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ മേലിരിക്കുന്നു പറയുമ്പോൾ ആ ദൈവത്തിന് പോലും ഇവരെ എതിർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് താഴ്മൻ കുടുംബം ഇത്തരം അവകാശവാദങ്ങളിൽ നിന്നെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ പരശുരാമൻ എന്ന് പറഞ്ഞ കെട്ടുകഥ, ആ കെട്ടുകഥകളെല്ലാം തന്നെ അബദ്ധജടിലങ്ങളാണെന്ന് ഇന്ത്യയിലെ എല്ലാ വിശ്വാസികൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ സമൂഹ
സമൂഹപരമായി ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ആ സമൂഹത്തിൽ നിന്ന് പോലും അവർ ഇപ്പോഴും അവരുടെ കുടുംബവാഴ്ചയുടെ മഹത്വം പറയുമ്പോഴും അത്തരം മഹത്വ കാര്യങ്ങളെ എതിർക്കുന്ന ഒരു വിഭാഗത്തിൽ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യം മാറാത്ത കാലത്തോളം ഇത്തരം താഴ്മ കുടുംബത്തോട് ബന്ധപ്പെട്ട് വരുന്ന കുടുംബക്കാർ അവരുടെ മക്കൾ എന്ന രീതിയിലേക്ക് ഇങ്ങനെ അവകാശവാദം പറഞ്ഞുകൊണ്ടിരിക്കും. അത് വിശ്വാസികളുടെ വിശ്വാസം ഇങ്ങനെ ഭക്ഷണമാക്കി മാറ്റിയെടുക്കാം എന്നുള്ള കൃത്യമായ ബോധമാണെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്.